ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങൾ പൂവിട്ട സ്ഥലത്ത് ആ വിളക്ക് വന്നു വച്ചു. ഞങ്ങൾ അവിടെയാണ് പൂവിട്ടത്. അതുകൊണ്ട് ചിലവരൊക്കെ ഒരേ ഇലയിലാണ് തൃക്കാക്കരപ്പന 3 എണ്ണത്തിന് വയ്ക്കാറ്. ഞങ്ങൾ 3 ഇലയിൽ 3 തൃക്കാക്കരപ്പന വെച്ചു. റോട്ടിൽ ഒരില വെച്ചിട്ട് 4ാമത്തേതും വെച്ചു. പിന്നെയാണ് ഞങ്ങൾ അലങ്കരിക്കുന്ന കാര്യം ഓർത്ത്. സാധാരണ ഇത് ചെയ്തിട്ടാണ് അലങ്കരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അധികം ധാരണയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാ ഇലയിലും തിരി വച്ചു. പിന്നെ അത് കത്തിച്ചു. പിന്നെ ഞാൻ തുമ്പയും തുളസിയും വച്ചിട്ടുള്ള ഒരു മിക്സ് എടുത്തിട്ട് മാവേലിനെ വരവേൽക്കുവാണ് ഗൈസ്. ആ തുമ്പ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇച്ചിരി ഇട്ടു. മാവേലിനെ അകത്തേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ചെത്തിപ്പൂവൊക്കെ വച്ചു ഞങ്ങൾ. പിന്നെ കൂവളത്തിൻ്റെ ഇല വയ്ക്കും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കൂവളത്തിൻ്റെ ഇല ഉണ്ടായില്ല. എന്ത് ചെയ്യാനാ ഗൈസ്, ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. തേങ്ങ പൊട്ടിച്ച് തേങ്ങാ വെള്ളമൊക്കെ റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം കൂട്ടുകാരെ, എനിക്കിതിൻ്റെ ഓർഡർ ഒന്നും അറിയില്ല. അമ്മയ്ക്കും വലിയ ധാരണയൊന്നും ഇല്ല ഗൈസ്. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണോ ഗൈസ്? നിങ്ങളൊന്ന് പറയണം ഗൈസ്, എനിക്കറിയില്ല. പിന്നെ ഓരോ ഇലയിലേക്ക് ഞങ്ങൾ അടയുടെ കുഞ്ഞു കഷ്ണങ്ങൾ എടുത്തു വെച്ച് മാവേലിക്ക് വേണ്ടി തുമ്പപ്പൂ ഇട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ അടയാണ്. പിന്നെ അരിപ്പൊടിയും വെള്ളം കൊണ്ട് ഉണ്ടാക്കിയൊരു മിക്സ് പോലെ എടുത്ത് ഞങ്ങൾ വാതിലുമേ കൈമുക്കി വച്ചു. അതിനുശേഷം കുടയും വടിയൊക്കെ മാവേലിക്ക് അവിടെ ഞാൻ എടുത്തു വച്ചു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഓണാശംസിക്കുന്നു എല്ലാ മലയാളികൾക്കും. അപ്പോൾ ഓക്കെ, ബൈ.